ഓക്കെ, അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നമ്മൾ ഒന്നാമത്തെ ബ്ലോക്കിൽ അക്കൗണ്ടിങ്ങിന്റെ കുറച്ച് ലോസ് ആണ് പറഞ്ഞത്. അതായത് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയും, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അക്കൗണ്ടിങ്ങിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡും ഉണ്ട്, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡും ഉണ്ട്. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ സബ്ജക്റ്റ് തുടങ്ങിയത്. ആ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിന് ഒരു പേരുണ്ട്, അത് IFRS എന്നാണ്, ഇന്റർനാഷണൽ അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്. ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്തിനായിരുന്നു അത്? അക്കൗണ്ടിങ് എല്ലാ രാജ്യത്തും ഒരേപോലെ ചെയ്യണം, എന്നാൽ മാത്രമേ എല്ലാ രാജ്യത്തും ഇന്ന് ഉള്ള പല കമ്പനികളും പല രാജ്യത്താണ്, അവർക്കൊക്കെ ഒരേപോലെ ചെയ്യണമെങ്കിൽ അതിനൊരു സ്റ്റാൻഡേർഡ് വേണം, ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് രീതികൾ വേണം. അതാണ് IFRS. IFRS പോലെ തന്നെ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും ഉണ്ട്, അത് ഇന്ത്യ ഫോളോ ചെയ്യുന്നതാണ്, ഇന്ത്യ ഡെവലപ്പ് ചെയ്തതാണ്, അത് നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ ബ്ലോക്കിലേക്ക് വരുമ്പോൾ ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം ആണ്. എന്താണ് ഹയർ പർച്ചേസും ഇൻസ്റ്റാൾമെന്റ് എന്നും എങ്ങനെയാണ് അത് ബിസിനസ് ചെയ്യുക എന്നതിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇനി എങ്ങനെയാണ് ഹയർ പർച്ചേസിൽ അക്കൗണ്ടിങ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഹയർ പർച്ചേസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഹയർ പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഇത് മെത്തേഡ് ഓഫ് ഫിനാൻസിങ് പർച്ചേസ് വാസ് ബയർ അക്വയർ ആൻ അസെറ്റ്. ഒരാളൊരു അസറ്റ് വാങ്ങുകയും ആ അസറ്റിന്റെ വില പിന്നീട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് ഹയർ പർച്ചേസ്. അതുകൊണ്ട് ഹയർ പർച്ചേസിൽ ഒരു എഗ്രിമെന്റ് ഒക്കെ ഉണ്ടാകും. എഗ്രിമെന്റ് വെച്ചിട്ടാണ് ഈ ഒരു ബിസിനസ് നടത്തുക. നമ്മൾ സാധാരണ പല സാധനങ്ങളും ഇങ്ങനെ വാങ്ങുന്നതാണ്, അതുകൊണ്ട് നമുക്ക് അറിയാം ഹയർ പർച്ചേസ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് എന്നുള്ളത്. സോ ഹയർ പർച്ചേസിൽ അതിനൊരു മീനിങ് പഠിച്ചേക്കുക, തിയറി പഠിക്കാനുള്ളത് തന്നെയാണ്. അക്കൗണ്ടിങ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആരൊക്കെയാണ് ഇതിലുള്ളത്. ഹയർ പർച്ചേസിൽ രണ്ട് പാർട്ടി ഉണ്ടാവും. ഒന്ന് സാധനം വിൽക്കുന്ന ആള്, അതായത് ഹയർ വെൻഡർ. ഇതിന് ഓണറോ സെല്ലറോ എന്നൊക്കെ പറയാം. ഒരു അസറ്റ് അല്ലെങ്കിൽ ഒരു വസ്തു നമുക്ക് തരുന്ന ആൾ ഓണറാണ്, അല്ലെങ്കിൽ അത് ഹയറിന്റെ സെല്ലറാണ്. പിന്നെ ഹയർ പർച്ചേസർ ഉണ്ടാവും, അത് സാധനം വാങ്ങും, എന്നിട്ട് ക്യാഷ് ഇപ്പൊ തന്നെ കൊടുക്കൂല, ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പിന്നീട് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ വാങ്ങുന്ന ആളെ ഹയർ ബയർ എന്നും പറയും. ഹയർ പർച്ചേസർ എന്ന് പറഞ്ഞാൽ വാങ്ങുന്ന ആള്. അപ്പൊ നമുക്കിവിടെ വേണ്ടത് എന്താണ്? കണക്ക് എഴുതണം, അക്കൗണ്ടിങ് വർക്ക് ചെയ്യണം. അത് നമ്മൾ രണ്ടാളെ ബുക്കിലും ചെയ്യണം. അതായത് ഇപ്പൊ നമ്മള് ഹയർ ബയറുടെ ബുക്കിൽ ചിലപ്പോൾ ചെയ്യും, വെൻഡറുടെ ബുക്കിലും ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ പർച്ചേസറുടെ ബുക്കിലെ എൻട്രീസ് എന്തൊക്കെയാണെന്നാണ് ആദ്യം നോക്കുന്നത്. ഇൻ ദി ബുക്സ് ഓഫ് ഹയർ പർച്ചേസർ, the proper accounting records some information required with regards the purchase transaction they are എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പർച്ചേസറുടെ അക്കൗണ്ടിൽ എഴുതാൻ പോവാണ്, കണക്ക് എഴുതാൻ പോവാണ്. അത് എഴുതുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്യണം. അതെന്തൊക്കെ? ഈ നോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രോബ്ലം കിട്ടുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് അറിയണം. അതിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടെന്ന് നോക്കണം. ഒന്ന്, ഡേറ്റ് ഓഫ് പർച്ചേസ് ഓഫ് ആൻ അസെറ്റ്. ഡേറ്റ് ഓഫ് പർച്ചേസ് ഓഫ് ആൻ അസെറ്റ്, സാധാരണ ഡേറ്റ് 1 ഏപ്രിൽ എന്നോ അങ്ങനെ ഒരു ഡേറ്റ് അതിൽ കാണുന്നുണ്ടോ നോക്കാം. അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ക്ലോസിങ് ദ ബുക്സ്, ബുക്ക് ക്ലോസ് ചെയ്യുന്ന ഡേറ്റ്. എന്താണ് ഈ ബുക്ക് ക്ലോസ് ചെയ്യുക? പർച്ചേസ് ചെയ്യുന്ന, നമ്മൾ ഹയർ പർച്ചേസ് ചെയ്യുന്ന ഒരു സാധനം, ഞാൻ നിങ്ങൾക്ക് വിൽക്കുന്ന ഒരു സാധനമാണ്. ഒരു മെഷീനറി തന്നു, അതിന്റെ വില 1 lakh ആണ്. അത് നിങ്ങൾ എന്താ പറയാ 4 വർഷം കൊണ്ട് അടച്ചു തീർക്കുമെന്ന് നിങ്ങൾ എഗ്രിമെന്റ് എഴുതി. അതാണ് ഹയർ പർച്ചേസ്. ആദ്യം ഒരു എമൗണ്ട് തന്നു, ബാക്കി എമൗണ്ട് പിന്നെ വരുന്ന 4 മാസം കൊണ്ട് തീർക്കും. അപ്പോ ഇത് നവംബർ ആണ്, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ആകുമ്പോഴേക്ക് അത് കഴിയും. മാർച്ചിൽ എന്താവും? മാർച്ച്
31 ക്ലോസിംഗ് ആയിരിക്കും. ആ ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യും. പിന്നെ എനിക്ക് പൈസ ഒന്നും തരാനില്ല. അപ്പോൾ വാങ്ങുന്ന ഡേറ്റ്, ക്ലോസിംഗ് ഡേറ്റ് നോട്ട് ചെയ്യണം. എന്നാലും നമുക്ക് എൻട്രി ഒക്കെ ഇടാൻ കഴിയുള്ളൂ. ദെൻ ക്യാഷ് പ്രൈസ് ഓഫ് ആൻ അസറ്റ്. ഞാൻ തരുന്ന അസറ്റിന് ഒരു വില ഉണ്ടാവും. അത് ഒരു പക്ഷെ അതിന് 75,000 രൂപ വില ഉണ്ടാവുള്ളൂ. അതാണ് അതിന്റെ ക്യാഷ് പ്രൈസ്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് തന്നത് എത്ര രൂപക്കാ? 1 lakhനാണ്. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. എന്തുകൊണ്ടാണ്? ഹയർ പർച്ചേസ് ആകുമ്പോൾ ഞാൻ എൻ്റെ കുറച്ച് എമൗണ്ട് ഒക്കെ കൂട്ടിയിടും. അതാണ് അതിന്റെ വില എന്ന് പറഞ്ഞിട്ട്. ഹയർ പർച്ചേസ് വില അതാണ്. എന്നാൽ ക്യാഷ് പ്രൈസ് അത്ര അല്ല. ക്യാഷ് പ്രൈസ് അതിനേക്കാൾ കുറവായിരിക്കും. ക്യാഷ് പ്രൈസ് എത്രയാണെന്ന് അറിയണം. ആ ക്യാഷ് പ്രൈസ് എന്തിനാണ്? അതുമേൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂട്ടാനുണ്ട്. അതുകൊണ്ടാണ് എമൗണ്ട് ഓഫ് ഡൗൺ പേയ്മെന്റ്. 1,00,000 രൂപയുടെ മെഷീനറി ഞാൻ നിങ്ങൾക്ക് തരുമ്പോൾ അതിന് കുറച്ച് ക്യാഷ് 10,000 രൂപ ആദ്യം അടക്കണം. അതിനെ ഡൗൺ പേയ്മെന്റ് എന്ന് പറയും. ഹയർ പർച്ചേസിൽ നോക്കേണ്ട മറ്റൊരു സംഗതി, എത്ര ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് അടക്കുന്നത്, അതും നിങ്ങൾ നോക്കണം. ഇതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ സാധാരണ ഹയർ പർച്ചേസിൽ എമൗണ്ട് വീതിക്കും ഇത്ര തവണ ആക്കി അടക്കുക. 25,000 10,000 രൂപ വെച്ച് 4 മാസം 5 മാസം അടക്കുക എന്ന് പറഞ്ഞാൽ 10,000 രൂപ മാത്രമല്ല നിങ്ങൾ അടക്കേണ്ടത്, 12,000 രൂപ അടക്കേണ്ടി വരും. അതെന്താണ്? 2,000 രൂപ പലിശയാണ്. അപ്പോൾ എല്ലാ ഹയർ ഇൻസ്റ്റാൾമെന്റിലും പലിശയുടെ ഒരു പോർഷൻ കൂടി ഉണ്ടാകും. അത് മറക്കരുത്. ദെൻ ഡിപ്രീഷിയേഷൻ കണക്കാക്കും. ഞാൻ തരുന്നത് ഒരു മെഷീനറിയാണ്, നിങ്ങളുടെ ബിസിനസ്സിലുള്ള മെഷീനറിയാണ്. നിങ്ങളുടെ ബിസിനസ്സിലുള്ള എന്ത് അസറ്റിനും ഡിപ്രീഷിയേഷൻ കണക്കാക്കണം. എന്നാലേ നമുക്ക് യഥാർത്ഥ പ്രോഫിറ്റ് കിട്ടുള്ളൂ, പ്രോഫിറ്റ് കണക്കാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിപ്രീഷിയേഷൻ എന്താണെന്നും അതിന്റെ മെത്തേഡ് മനസ്സിലാക്കണം. ഇനി there are 3 methods of recording hire purchase transaction in the books of hire purchaser. They are full cash price method, അതൊരു മെത്തേഡാണ്. ആക്ച്വൽ ക്യാഷ് പ്രൈസ് മെത്തേഡ്, then interest suspense മെത്തേഡ്. അപ്പൊ ഇതിലെ ആദ്യത്തെ മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നത്, ഫുൾ ക്യാഷ് പ്രൈസ് മെത്തേഡ്. ഇതില് ഫുൾ ക്യാഷ് പ്രൈസിൽ അസറ്റ് ഡെബിറ്റ് ചെയ്യും ടു ദി അസറ്റ് അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റ് ദ ഹയർ വെൻഡർ അക്കൗണ്ട്. അതായത് ഒരു എൻട്രി ഇടും. സാധനം വാങ്ങുമ്പോൾ തന്നെ ഒരു എൻട്രി ഇടും. അത് എങ്ങനെയാണ് എൻട്രി ഇടുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം അക്കൗണ്ടിങ് വർക്ക് ചെയ്യാൻ. ദെൻ കം ടു ദി ജേണൽ എൻട്രീസ്. ഇനി നിങ്ങളൊന്ന് ഇന്ററാക്റ്റീവ് ആവണം കേട്ടോ. പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് പോകണം. ഞാൻ സ്പീഡിലാണ് പറയുന്നത്. എങ്ങനെയാണ് ജേണൽ എൻട്രി എഴുതുക? അപ്പോൾ ജേണൽ എൻട്രി എഴുതുന്ന ഫോർമാറ്റ്, അസറ്റ് വാങ്ങുമ്പോൾ when the asset is acquired on a hire purchase. ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അസറ്റ് വാങ്ങുമ്പോൾ എങ്ങനെ എൻട്രി ഇടും. ബിന്ദു ഒന്ന് പറയാം. അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഹയർ വെണ്ടർ. ഓക്കെ. അപ്പോൾ അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഹയർ വെണ്ടർ. അസറ്റ് നമ്മുടെ കമ്പനിയിലേക്ക് വന്നു, അതിനെ ഡെബിറ്റ് ചെയ്തു. അപ്പൊ ഇത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതേണ്ടതാണ് കേട്ടോ. സ്പീഡിൽ എഴുതി പോയിക്കോളൂ, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. അടുത്ത പ്രോബ്ലം നമുക്ക് ബുക്കിൽ തന്നെ ചെയ്യാം. അസറ്റ് വരുമ്പോൾ, അസറ്റ് വാങ്ങുമ്പോൾ അപ്പൊ തന്നെ എൻട്രി ഇടണം. അതാണ് ഫുൾ ക്യാഷ് പ്രൈസ് മെത്തേഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫുൾ ക്യാഷ് പ്രൈസ് മെത്തേഡിലാണ് നമ്മളിപ്പോൾ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. അതിൽ അസറ്റ് ബിസിനസ്സിലേക്ക് വരുമ്പോൾ അസറ്റ് അക്കൗണ്ട് ടു ഹയർ വെൻഡർ. എന്തുകൊണ്ട് ഹയർ വെൻഡർ അവിടെ എഴുതി? നമ്മൾ ക്യാഷ് കൊടുക്കുന്നില്ല, ക്യാഷ് പിന്നെയാണ് കൊടുക്കുക. കടത്തിന് വാങ്ങുന്ന പോലെയാണ് ഹയർ പർച്ചേസിൽ നമ്മൾ വാങ്ങുന്നത്. രണ്ടാമത്തെ എൻട്രി വരുന്നത് ഡൗൺ പേയ്മെന്റ് ഈസ് മെയ്ഡ്. ഡൗൺ പേയ്മെന്റ് കൊടുത്തു, അപ്പൊ ക്യാഷ് കൊടുത്തു. എൻട്രി എങ്ങനെ ആയിരിക്കും? ആരെങ്കിലും ഒന്ന് പറഞ്ഞോളൂ.
ഹയർ വെണ്ടർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് പോയി. ഹയർ വെണ്ടർ അക്കൗണ്ട് ടു ക്യാഷ്. ഓക്കെ, ഹയർ വെണ്ടർ അക്കൗണ്ട് ടു ക്യാഷ് പോയി. എഴുതാത്തവരുണ്ടെങ്കിൽ എഴുതിക്കോളൂ കേട്ടോ. അടുത്ത പിന്നെ അതിൽ നമുക്ക് ചെയ്യാനുള്ളത് ഇൻട്രസ്റ്റ് ഡ്യൂ ആവുക എന്നുള്ളതാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഹയർ പർച്ചേസിൽ നമ്മൾ സാധനം വാങ്ങി ക്യാഷ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ, ഡൗൺ പേയ്മെന്റ് കൊടുക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ഒരു എമൗണ്ട് അങ്ങോട്ട് കൊടുത്തു എന്നാണ് പറയാ, ആ എമൗണ്ട് കിട്ടിയാൽ മതി. നേരെ മറിച്ച് ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുമ്പോൾ വെറും ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് അല്ല കൊടുക്കുന്നത്, അതിന്റെ കൂടെ അതിന്റെ പലിശ കൂടി കൊടുക്കും. പലിശ ആദ്യം ഡ്യൂ ആകും, ആ ഡ്യൂ ആയതിന് ഒരു എൻട്രി എഴുതും, പിന്നീട് കൊടുക്കുമ്പോൾ കൊടുത്തതായിട്ട് എഴുതും. പലിശ ഡ്യൂ ആകുമ്പോൾ വരുന്ന എൻട്രി ഇതാണ്, ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ വെൻഡർ. അത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇൻട്രസ്റ്റ് ഓൺ ദി ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ്. ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസുമേലാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഈ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ലെങ്കിൽ പറയണം. 1,00,000 രൂപയുടെ സാധനം എടുത്തു, 10,000 രൂപ നിങ്ങൾ എന്ത് ചെയ്തു? സോറി, ഡൗൺ പേയ്മെന്റ് 10,000 അടച്ചു, ബാക്കി 1,00,000 രൂപക്ക് തന്നെ നിങ്ങൾ ഇൻട്രസ്റ്റ് അടക്കണ്ട. എത്ര രൂപക്ക് അടച്ചാൽ മതി? 90,000 അടച്ചാൽ മതി. അതിനാണ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ്, ബാക്കി വരുന്ന ബാലൻസ് എത്രയാണോ അതിനാണ് ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് എന്ന്. അതും ഇൻട്രസ്റ്റ് അടച്ചാൽ മതി, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ നിങ്ങൾ ഒന്നാമത്തെ അടവിൽ അടച്ചു, രണ്ടാമത്തെ അടവിൽ ഔട്ട്സ്റ്റാൻഡിങ് പിന്നെയും കുറയും. കാരണം ഒരു 10,000 കൂടെ നിങ്ങൾ അടച്ചിട്ടുണ്ടാവും. അപ്പൊ ആ 10,000 9,000 എന്നുള്ളത് 90,000 എന്നുള്ളത് 90,000 നിങ്ങൾ 80,000 ആക്കി മാറ്റി. അടുത്തതിൽ 80,000-ന്റെ എത്ര പെർസെൻറ്റേജ് ആണോ പറഞ്ഞത് അത്. സോ അതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ വെൻഡർ അക്കൗണ്ട്. ഇനി ഇൻസ്റ്റാൾമെന്റ് പെയ്ഡ് എന്തായിരിക്കും എൻട്രി? ഹയർ വെൻഡർ അക്കൗണ്ട് ടു ക്യാഷ്. അതെ, ഹയർ വെൻഡർ അക്കൗണ്ട് ടു ക്യാഷ്. ക്യാഷ് പോയത് കൊണ്ട് ക്യാഷിനെ ടു ക്യാഷ് എന്ന് നമ്മൾ പറഞ്ഞു. ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, ഹയർ വെൻഡർ അക്കൗണ്ട് ടു ക്യാഷ്. ഇനി മെഷീനറി ആയതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രോബ്ലത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാകും ഇത്ര പെർസെൻറ്റേജ് ആ മെഷീനറിക്ക് ഡിപ്രീഷിയേഷൻ ഉണ്ട്. ഡിപ്രീഷിയേഷൻ വരുമ്പോൾ അതിനും എൻട്രി ഇടണം. ഡിപ്രീഷിയേഷൻ അക്കൗണ്ട് അറ്റർ ടു അസറ്റ്, അത് അസറ്റിൽ ഡെബിറ്റ് ചെയ്തിട്ട് കാണിക്കണം. ഡിപ്രീഷിയേഷൻ അക്കൗണ്ട് അറ്റർ ടു ക്യാഷ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്, ഡിപ്രീഷിയേഷൻ എഴുതുമ്പോൾ അത് ക്യാഷ് പ്രൈസിലായിരിക്കണം. അതായത് തരുന്ന പ്രോബ്ലത്തിൽ ആ അസറ്റിന്റെ ക്യാഷ് പ്രൈസ് കാണിച്ചിട്ടുണ്ടാവും, അതുമേലാണ് ഡിപ്രീഷിയേഷൻ. അതായത് ക്യാഷ് പ്രൈസും ഞാൻ തരുന്ന പ്രൈസും വേറെ ആയിരിക്കും. വിൽക്കുന്ന പ്രൈസ്, ഹയർ വെൻഡർ തരുന്ന പ്രൈസ് വേറെ ആയിരിക്കും എന്നർത്ഥം. ഓക്കെ, ദെൻ ഫോർ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിപ്രീഷിയേഷൻ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മൾ നേരത്തെ എൻട്രി ഇട്ടു, ഇൻട്രസ്റ്റും അതേപോലെ തന്നെ ഡിപ്രീഷിയേഷനും. ഇത് രണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എടുക്കുന്നതാണ്. നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ദെൻ ബാലൻസ് ഷീറ്റിൽ എടുക്കേണ്ടത് എന്തൊക്കെയാണ്, ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കേണ്ടത് എന്തൊക്കെയാണെന്നൊക്കെ. അതിൽ പറഞ്ഞ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട സാധനമാണ് ഡിപ്രീഷിയേഷനും അതേപോലെ തന്നെ ഇൻട്രസ്റ്റും. സോ അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു എൻട്രി ഉണ്ട്, ആ എൻട്രി ബൈ ഹാർട്ട് ആക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റർ ടു ഇൻട്രസ്റ്റ് എൻട്രി എഴുതി വെച്ചോളൂ കേട്ടോ, എന്നാലേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റർ ടു ഇൻട്രസ്റ്റ്. ഇതൊരു കോമ്പൗണ്ട് എൻട്രി ആക്കിയിട്ട് നിങ്ങൾക്ക് എഴുതാം. ഡിപ്രീഷിയേഷന് നിങ്ങൾക്ക് അതിൽ തന്നെ എഴുതാം ടു ഡിപ്രീഷിയേഷൻ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റർ ടു ഡിപ്രീഷിയേഷൻ. നിങ്ങൾക്ക് അതിൻ്റെ നരേഷൻ എഴുതുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. ഇത് രണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത എൻട്രി ആണ്. ഇനി ശ്രദ്ധിക്കേണ്ടത്, ആദ്യത്തെ 2 എൻട്രി ഫസ്റ്റ് മാത്രമേ വരുള്ളൂ. ബാക്കി മൂന്നാമത്തെ എൻട്രി മുതൽ 6 വരെയുള്ള എല്ലാ എൻട്രിയും
ഒന്നുകൂടെ അല്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരും. എത്ര ഇൻസ്റ്റാൾമെന്റ് ഉണ്ടോ അതനുസരിച്ച് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. ഇതാണ് ഹയർ പർച്ചേസിലെ ജേണൽ എൻട്രിയുടെ പ്രത്യേകത. അതായത് അടുത്ത ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുമ്പോഴും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഡിപ്രീഷിയേഷൻ ഉണ്ടാവും, വർഷത്തിലാണ് ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുക, ചിലത് മാസത്തിന് കൊടുക്കും. അപ്പോൾ അതനുസരിച്ച് ഇൻട്രസ്റ്റ് എത്ര കൊടുത്തു, ഡിപ്രീഷിയേഷൻ എത്ര വന്നു, ഇൻസ്റ്റാൾമെന്റ് എത്ര കൊടുത്തു എന്നൊക്കെ നമ്മൾ എൻ്റർ ചെയ്ത് പോവും. അതിൽ ബാക്കി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ മാറ്റേണ്ടത് അതിലേക്ക് മാറ്റുകയൊക്കെ ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഉള്ളത്. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യണം. പ്രോബ്ലം ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്തിട്ടില്ല, അത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും കേട്ടോ. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാനിവിടെ പ്രോബ്ലം ടൈപ്പ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ ടൈപ്പ് ചെയ്യാം കേട്ടോ. ബുക്കിൽ എഴുതിക്കോളൂ. ഓൺ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലം തന്നെയാണ്, പക്ഷെ ഒന്നും കൂടെ എഴുതിക്കോളൂ, നല്ലതാണ്. ഓൺ 1st April on 1st April 2017 നിങ്ങൾക്ക് കാണാനുണ്ടല്ലോ അല്ലേ. ദേവു ആൻഡ് കമ്പനി purchased a machine from Adani Enterprises. Adani Enterprises. On hire purchase. On hire purchase basis. The cash price, അതിന്റെ ക്യാഷ് പ്രൈസ് എത്രയാണെന്ന് പ്രത്യേകം പറയുന്നുണ്ട്, അത് നമുക്ക് ആവശ്യമുണ്ട്. ഓഫ് ദ മെഷീൻ was 25,000. 25,000 ആണ് അതിന്റെ ക്യാഷ് പ്രൈസ്. The payment നോക്കി എഴുതിക്കോളൂ കേട്ടോ, ഞാനിങ്ങനെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. was to be made ₹5,000 on the date of contract. On the date of contract. And the balance in 4 annual installment. ബാക്കി ആനുവൽ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട്
കൊടുക്കുന്നു. എത്ര രൂപയുടെ? ഓഫ് റുപ്പീസ് 5000 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ പ്ലസ് ഇൻട്രസ്റ്റ് അറ്റ് 5%. ഇൻട്രസ്റ്റിന്റെ പെർസെൻറ്റേജും കൂടെ പറയുന്നു. 5%, 5% ഇൻട്രസ്റ്റ് പെർ ആനം. Payable on December 31st each year. The first installment being payable on 31/12/2017. ഇനിയാണ് ചോദ്യം. ഷോ ജേണൽ എൻട്രീസ്. ലെഡ്ജർ അക്കൗണ്ട് ഒക്കെ ചോദിക്കുന്നുണ്ട് ഇതിൽ. തൽക്കാലം നമ്മളിപ്പോൾ ലെഡ്ജർ അക്കൗണ്ട് നോക്കണ്ട. ലെഡ്ജർ അക്കൗണ്ടിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ലെഡ്ജർ പറയാം. ടെക്സ്റ്റ് ബുക്കിൽ ലെഡ്ജർ ഒക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം നമുക്ക് അത് വേണ്ട കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ എഴുതാം. ഞാൻ ഒന്നുകൂടെ വലുതാക്കി തരാം. ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ പറയൂട്ടോ. എഴുതി കഴിഞ്ഞാൽ പറയണേ.